ഇന്ത്യയുടെ തലവൻ ആരാണ്? നമുക്കറിയാം ഇന്ത്യയുടെ തലവൻ ആരാണ്? രാഷ്ട്രപതിയാണ്. ആർട്ടിക്കിൾ 52 പ്രകാരമാണ് ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി വേണമെന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി വേണമെന്നുള്ള ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 52 ആണ്. സംസ്ഥാനത്തിന്റെ തലവൻ നമുക്കറിയാം ആരാണ്? ഗവർണറാണ്. ഓരോ സംസ്ഥാനത്തും ഒരു ഗവർണർ വേണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ എത്രയാണ്? 153 ആണ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്ത്യയുടെ തലവൻ ആരാണ്? രാഷ്ട്രപതിയാണ്. ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി വേണമെന്ന് പറയുന്ന ഭരണഘടനാ അനുച്ഛേദം എത്രയാണ്? ആർട്ടിക്കിൾ 52 ആണ്. സംസ്ഥാനത്തിന്റെ തലവൻ ഗവർണറാണ്. ഓരോ സംസ്ഥാനത്തിനും ഓരോ ഗവർണർ വേണമെന്ന് പറയുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 153 ആണ്. എത്രയാണ്? 153 ആണ്. പദവി നോക്കിയാൽ ഇരുവരും നാമമാത്ര തലവന്മാരാണ്. പദവി നോക്കിയാൽ ഇരുവരും എന്താണ്? നാമമാത്ര തലവന്മാരാണ്. യഥാർത്ഥ അധികാരം പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കുമാണ്. ഇന്ത്യയുടെ പ്രഥമ പൗരൻ രാഷ്ട്രപതിയും സംസ്ഥാനത്തെ പ്രഥമ പൗരൻ ഗവർണറും ആകുന്നു. അപ്പോൾ എന്താണ്? ഇന്ത്യയുടെ തലവൻ ആരാണ്? രാഷ്ട്രപതിയാണ്. നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി വേണമെന്ന് പറയുന്ന അനുച്ഛേദം എത്രയാണ്? ആർട്ടിക്കിൾ 52 ആണ്. സംസ്ഥാനത്തിന്റെ തലവൻ ആരാണ്? ഗവർണറാണ്. ഓരോ സംസ്ഥാനത്തിനും ഒരു ഗവർണർ വേണമെന്ന് പറയുന്ന ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 153 ആണ്. പദവി എന്താണ്? ഇരുവരും നാമമാത്ര തലവന്മാരാണ്. യഥാർത്ഥ അധികാരം പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കുമാണ്. ഇന്ത്യയുടെ പ്രഥമ പൗരൻ രാഷ്ട്രപതിയും സംസ്ഥാനത്തെ പ്രഥമ പൗരൻ ആരുമാണ്? ഗവർണറും ആകുന്നു. ഇനി നമുക്ക് യോഗ്യതകൾ നോക്കാം. ഇന്ത്യൻ പൗരനായിരിക്കണം. എന്താണ്? രണ്ടുപേരുടെയും യോഗ്യതകൾ ഒരുപോലെയാണ്. എന്താണ്? ഇന്ത്യൻ പൗരനായിരിക്കണം. കൂടാതെ വയസ്സ് 35 വയസ്സ് പൂർത്തിയായിരിക്കണം. കുറഞ്ഞത് എത്ര വയസ്സ് പൂർത്തിയായിരിക്കണം? 35 വയസ്സ് പൂർത്തിയായിരിക്കണം. അതുപോലെ തന്നെ MPയോ MLAയോ ആയിരിക്കാൻ പാടില്ല. അഥവാ ഉണ്ടെങ്കിൽ ഗവർണർ അല്ലെങ്കിൽ രാഷ്ട്രപതി ആകുന്ന ദിവസം ആ സ്ഥാനം രാജിവെച്ചതായി കണക്കാക്കും. അപ്പോൾ യോഗ്യതകൾ ചോദിച്ചാൽ എന്താണ്? ഇന്ത്യൻ പൗരനായിരിക്കണം. എത്ര വയസ്സ് തികഞ്ഞിരിക്കണം? 35 വയസ്സ് തികഞ്ഞിരിക്കണം. MPയോ MLAയോ ആയിരിക്കാൻ പാടില്ല. അഥവാ ഉണ്ടെങ്കിൽ ഗവർണർ അല്ലെങ്കിൽ രാഷ്ട്രപതി ആകുന്ന ദിവസം ആ സ്ഥാനം രാജിവെച്ചതായി കണക്കാക്കും. പിന്നെ എന്താണ്? 35 വയസ്സെന്ന് പറയുന്നതാണ് ആരുടെയൊക്കെ യോഗ്യത? രാഷ്ട്രപതിയുടെയും അതുപോലെ തന്നെ ഗവർണറുടെയും. എന്നാൽ എന്താണ്? പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും യോഗ്യത എത്ര വയസ്സാണ്? 25 വയസ്സ് മതി. പ്രധാനമന്ത്രിയാകാനും മുഖ്യമന്ത്രിയാകാനും ഏകദേശം 25 വയസ്സ് മതി. പക്ഷേ രാഷ്ട്രപതിക്കും ഗവർണർക്കും എത്ര വയസ്സ് വേണം? 35 വയസ്സ് പൂർത്തിയായിരിക്കണം. ഇനി നമുക്ക് തെരഞ്ഞെടുപ്പ് നോക്കാം. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലൂടെ വരുന്നു. രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ്? തെരഞ്ഞെടുപ്പിലൂടെയാണ് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. വോട്ട് ചെയ്യുന്നത് പാർലമെന്റിലെയും നിയമസഭകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാർ മാത്രമാണ്. അപ്പൊ രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ്? പാർലമെന്റിലെയും നിയമസഭകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാർ വോട്ട് ചെയ്താണ് ആരെ തെരഞ്ഞെടുക്കുന്നത്? രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. ഇലക്ട്രൽ കോളേജ് വഴിയാണ് എന്ത് ചെയ്യുന്നത്? രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നോമിനേറ്റഡ് മെമ്പർമാർക്ക് എന്തില്ല? രാഷ്ട്രപതിയുടെ വോട്ടിങ്ങിൽ പങ്കെടുക്കുവാൻ കഴിയില്ല. അപ്പോൾ എന്താണ്? തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ നിയമനം ചോദിച്ചു കഴിഞ്ഞാൽ, രാഷ്ട്രപതിയുടെ ചോദിച്ചു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിലൂടെയാണ് വരുന്നത്, ഇലക്ഷനിലൂടെയാണ് വരുന്നത്. വോട്ട് ചെയ്യുന്നത് ആരൊക്കെയാണ്? പാർലമെന്റിലെയും നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാർ മാത്രം ചേർന്നിട്ടാണ് രാഷ്ട്രപതിയെ വോട്ട് ചെയ്യിക്കുന്നത്. അതുപോലെ തന്നെ രാഷ്ട്രപതിക്ക് വോട്ട് ചെയ്യുന്നത്. അതുപോലെ എന്താണ്? നോമിനേറ്റഡ് മെമ്പർമാർക്ക് വോട്ടില്ല. ഇനി നമുക്ക് എന്താണ്? രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലൂടെ വരുന്നു എന്ന് നമ്മൾ പഠിച്ചു. വോട്ട് ചെയ്യുന്നത് എന്താണ്? പാർലമെന്റിലെയും നിയമസഭകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാർ മാത്രമാണ്. നോമിനേറ്റഡ് മെമ്പർമാർക്ക് എന്തില്ല? വോട്ടില്ല. എന്നാൽ എന്താണ്? ഗവർണർക്ക് തെരഞ്ഞെടുപ്പിലൂടെയല്ല ഗവർണർ വരുന്നത്. അതിന് പകരം എന്താണ്? കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശമനുസരിച്ച് രാഷ്ട്രപതിയാണ് ആരെ നിയമിക്കുന്നത്? ഗവർണറെ നിയമിക്കുന്നത്. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. ഗവർണർ തെരഞ്ഞെടുപ്പിലൂടെയല്ല നിയമിക്കപ്പെടുന്നത്. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ആരാണ് ഗവർണറെ നിയമിക്കുന്നത്? രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത്. ഇനി നമുക്ക് സത്യപ്രതിജ്ഞ നോക്കാം.
രാഷ്ട്രപതി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് മുന്നിലാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അപ്പം സത്യപ്രതിജ്ഞ രാഷ്ട്രപതി നടത്തുന്നത് എവിടെയാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് മുമ്പിലാണ്. ഗവർണർ ചോദിച്ചാൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് മുമ്പിലാണ്. അപ്പം രാഷ്ട്രപതി സത്യപ്രതിജ്ഞ ചൊല്ലുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് മുന്നിലാണെങ്കിൽ ഗവർണറോ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് മുന്നിലാണ്. ഇവരുടെ അസാന്നിധ്യത്തിൽ, അതായത് ചീഫ് ജസ്റ്റിസുമാരുടെ അസാന്നിധ്യത്തിൽ ലഭ്യമായ ഏറ്റവും സീനിയർ ജഡ്ജിയുടെ മുമ്പിലായിരിക്കും ഇവർ സത്യപ്രതിജ്ഞ ചൊല്ലുന്നത്. അപ്പം എന്താണ്? അതാത് സ്ഥലത്തെ ഏറ്റവും വലിയ ജഡ്ജിയുടെ മുന്നിലാണ് സത്യപ്രതിജ്ഞ എന്ന് ഓർത്താൽ മതി. അപ്പം രാഷ്ട്രപതി സത്യപ്രതിജ്ഞ ചൊല്ലുന്നത് ആരുടെ മുമ്പിലാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് മുമ്പിലാണ്. ഗവർണർ ആയപ്പോഴോ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് മുന്നിലാണ്. ഇവരുടെ അസാന്നിധ്യത്തിലാവുമ്പോൾ ലഭ്യമായ ഏറ്റവും സീനിയർ ജഡ്ജിയുടെ മുമ്പിലായിരിക്കും ഇവർ സത്യപ്രതിജ്ഞ ചൊല്ലുന്നത്. ഇനി നമുക്ക് രാജി അല്ലെങ്കിൽ പുറത്താക്കൽ നോക്കാം. രാജി നൽകേണ്ടത് രാഷ്ട്രപതിയാണെങ്കിൽ ഉപരാഷ്ട്രപതിക്കാണ് നൽകേണ്ടത്. രാജി നൽകേണ്ടത് രാഷ്ട്രപതിയാണെങ്കിൽ ആർക്കാണ് നൽകേണ്ടത്? ഉപരാഷ്ട്രപതിക്കാണ് നൽകേണ്ടത്. ഗവർണർ ആണെങ്കിൽ രാഷ്ട്രപതിക്ക് നൽകണം. അപ്പം രാജി അല്ലെങ്കിൽ പുറത്താക്കൽ ചോദിച്ചു കഴിഞ്ഞാൽ രാജി നൽകേണ്ടത് രാഷ്ട്രപതിയാണെങ്കിൽ ഉപരാഷ്ട്രപതിക്ക് നൽകണം. ഗവർണർ ആണെങ്കിൽ ആർക്ക് നൽകണം? രാഷ്ട്രപതിക്ക് നൽകണം. പുറത്താക്കൽ ചോദിച്ചാലോ രാഷ്ട്രപതിക്ക് ഇംപീച്ച്മെന്റ് എന്ന കടുപ്പമേറിയ വഴിയിലൂടെ മാത്രം. ആർട്ടിക്കിൾ 61 പ്രകാരം എന്താണ്? രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് ആണ്. ഇംപീച്ച്മെന്റ് എന്ന കടുപ്പമേറിയ വഴികളിലൂടെ മാത്രമേ രാഷ്ട്രപതിയെ പുറത്താക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഗവർണറെയോ രാഷ്ട്രപതിക്ക് എപ്പോൾ വേണമെങ്കിലും പിരിച്ചുവിടാം. ഗവർണർക്ക് ഇംപീച്ച്മെന്റ് ഇല്ല. അപ്പൊ എന്താണ്? രാഷ്ട്രപതി രാജി നൽകേണ്ടത് ആർക്കാണ്? ഉപരാഷ്ട്രപതിക്കാണ് രാഷ്ട്രപതി രാജി നൽകേണ്ടത്. ഗവർണർ രാജി നൽകേണ്ടത് രാഷ്ട്രപതിക്കാണ്. പുറത്താക്കൽ ചോദിച്ചാലോ രാഷ്ട്രപതിയെ ഇംപീച്ച്മെന്റ് എന്ന കടുപ്പമേറിയ വഴിയിലൂടെയാണ് പുറത്താക്കുന്നത്. ഗവർണറെ ആണെങ്കിലോ രാഷ്ട്രപതിക്ക് എപ്പോൾ വേണമെങ്കിലും പിരിച്ചുവിടാം. ഗവർണർക്ക് എന്തില്ല? ഇംപീച്ച്മെന്റ് ഇല്ല. ഇനി നമുക്ക് നിയമനിർമ്മാണ അധികാരം നോക്കാം. പാർലമെന്റ് പാസാക്കുന്ന ബിൽ നിയമമാക്കാൻ രാഷ്ട്രപതി എന്ത് ചെയ്യണം? ഒപ്പിടണം. പാർലമെന്റ് പാസാക്കുന്ന ബിൽ നിയമമാകാൻ രാഷ്ട്രപതി ഒപ്പിടണം. അതുപോലെ തന്നെ നിയമസഭ പാസാക്കുന്ന ബിൽ നിയമമാകാൻ ആരും ഒപ്പിടണം? ഗവർണറും ഒപ്പിടണം. അപ്പൊ പാർലമെന്റ് പാസാക്കുന്ന ബില്ല് നിയമമാകാൻ രാഷ്ട്രപതി ഒപ്പിടണം. നിയമസഭ പാസാക്കുന്ന ബിൽ നിയമമാകാൻ ആരും ഒപ്പിടണം? ഗവർണറും ഒപ്പിടണം. പിന്നെന്താണ്? ഒരു ട്വിസ്റ്റ് ഉണ്ട്. നിയമസഭ പാസാക്കുന്ന ഒരു ബില്ലിൽ സംശയം തോന്നിയാൽ ഗവർണർക്ക് അത് ഒപ്പിടാതെ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കാം. അതാണ് ആർട്ടിക്കിൾ 201. ഈ ഒരു ഭാഗം ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ സംസ്ഥാന സർക്കാരും നമ്മുടെ ഗവർണറും ഒക്കെ തമ്മിലുള്ള വാക്പോരൊക്കെ ചർച്ചയായിട്ടുള്ള സമയമാണ്. അതുകൊണ്ട് വേണമെങ്കിൽ ഈ ഒരു ഭാഗത്തു നിന്നുള്ള ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പോൾ നിയമസഭ പാസാക്കിയ ഒരു ബില്ലിൽ സംശയം തോന്നിയാൽ ഗവർണർക്ക് അത് ഒപ്പിടാതെ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കാം. അതിൻ്റെ ആർട്ടിക്കിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 201 ആണ്. അപ്പോൾ നിയമനിർമ്മാണ അധികാരം നോക്കിയാൽ പാർലമെന്റ് പാസാക്കുന്ന ബിൽ നിയമമാകാൻ ആരൊപ്പിടണം? രാഷ്ട്രപതി ഒപ്പിടണം. രാഷ്ട്രപതി ഒപ്പിട്ടാൽ മാത്രമേ പാർലമെന്റ് പാസാക്കുന്ന ബിൽ നിയമമാകൂ. അതുപോലെ തന്നെ നിയമസഭ പാസാക്കുന്ന ബിൽ നിയമമാകാൻ ആരൊപ്പിടണം? ഗവർണർ ഒപ്പിടണം. നിയമസഭ പാസാക്കിയ ഒരു ബില്ലിൽ സംശയം തോന്നിയാൽ ഗവർണർക്ക് അത് ഒപ്പിടാതെ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കാം. അതാണ് ആർട്ടിക്കിൾ 201. ഇനി നമുക്ക് ധനകാര്യം നോക്കിയാലോ. മണി ബിൽ ലോക്സഭയിൽ അവതരിപ്പിക്കാൻ രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി വേണം. അപ്പം മണി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കണമെങ്കിൽ ആരുടെ മുൻകൂർ അനുമതി വേണം? രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി വേണം. അതുപോലെ തന്നെ നിയമസഭയിൽ അവതരിപ്പിക്കാൻ ഗവർണറുടെ മുൻകൂർ അനുമതിയും വേണം. അപ്പം മണി ബിൽ എന്ന കാര്യത്തിൽ ലോക്സഭയിൽ അവതരിപ്പിക്കാൻ രാഷ്ട്രപതിയുടെ അനുവാദവും നിയമസഭയിൽ അവതരിപ്പിക്കാൻ ഗവർണറുടെ അനുവാദവും വേണം. ആകസ്മിക വിധി ചോദിച്ചാൽ അപ്രതീക്ഷിത ചെലവുകൾക്ക് പണം അനുവദിക്കുന്നതും ഇവരാണ്. ഇനി നമുക്ക് ദയാഹർജി നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എവിടെയാണ്? വധശിക്ഷ ചോദിച്ചു കഴിഞ്ഞാൽ മാപ്പ് നൽകാൻ രാഷ്ട്രപതിക്ക് മാത്രമേ അധികാരമുള്ളൂ. ഗവർണർക്ക് അധികാരമില്ല. വധശിക്ഷ, ഒരാൾക്ക് വധശിക്ഷ കൊടുത്താൽ ആ വധശിക്ഷയിൽ നിന്നും ഇളവ് നൽകാൻ ആർക്ക് മാത്രമേ അധികാരമുള്ളൂ? രാഷ്ട്രപതിക്ക് മാത്രമേ അധികാരമുള്ളൂ. ഗവർണർക്ക് ആ അധികാരമില്ല. എന്നാൽ ഗവർണർക്ക് എന്തുണ്ട്? ജീവപര്യന്തം ശിക്ഷിക്കപ്പെടുന്ന ഒരാൾക്ക് വേണമെങ്കിൽ ഇളവ് കൊടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യാൻ ഗവർണർക്ക് അധികാരമുണ്ട്. പക്ഷെ വധശിക്ഷ വിധിച്ച ഒരു വ്യക്തിക്ക് ഇളവ് കൊടുക്കാൻ ഒരേ ഒരാൾക്ക് മാത്രമേ അധികാരമുള്ളൂ. അതാർക്കാണ്? രാഷ്ട്രപതിക്കാണ്. ഗവർണർക്ക് അതിന് അധികാരമില്ല.
പട്ടാള കോടതി ശിക്ഷ, ഇവിടെയും രാഷ്ട്രപതിക്ക് മാത്രമേ അധികാരമുള്ളൂ, ഗവർണർക്ക് ഇതിൽ റോളില്ല. ഇപ്പം പട്ടാള കോടതി ശിക്ഷ വിധിക്കുകയാണെങ്കിൽ അത് ഏത് ശിക്ഷയാണെങ്കിലും അതിൽ ഇടപെടാനുള്ള അധികാരം ആർക്ക് മാത്രമേ ഉള്ളൂ? രാഷ്ട്രപതിക്ക് മാത്രമേ ഉള്ളൂ. ഗവർണർക്ക് ഇതിൽ റോളില്ല. തൂക്കിക്കൊല്ലാൻ വിധിച്ചാൽ രക്ഷിക്കാൻ രാഷ്ട്രപതിയുടെ അടുത്ത് തന്നെ പോകണം എന്ന് ഓർക്കുക. തൂക്കിക്കൊല്ലാൻ വിധിച്ചാൽ രക്ഷിക്കാൻ ആരുടെ അടുത്ത് തന്നെ ചെല്ലണം? രാഷ്ട്രപതിയുടെ അടുത്ത്, അല്ലെങ്കിൽ ഡൽഹിയിൽ തന്നെ ചെല്ലണമെന്ന് ഓർത്തു വെക്കുക. അപ്പൊ എന്താണ്? വധശിക്ഷ വിധിച്ചാൽ അതിൽ മാപ്പ് നൽകാൻ രാഷ്ട്രപതിക്ക് മാത്രമേ അധികാരമുള്ളൂ, ഗവർണർക്ക് സാധിക്കില്ല. അല്ലാതെ ജീവപര്യന്തോ മറ്റ് ശിക്ഷകളോ ഒക്കെ വിധിക്കുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ ഗവർണർക്ക് എന്ത് ചെയ്യാം? ഇളവ് കൊടുക്കാം. അതുപോലെ തന്നെ രാഷ്ട്രപതിക്കും ഇളവ് കൊടുക്കാം. എന്നാൽ വധശിക്ഷ, അതിന് മാപ്പ് നൽകാൻ രാഷ്ട്രപതിക്ക് മാത്രമേ അധികാരമുള്ളൂ. അതുപോലെ തന്നെ പട്ടാള കോടതി വിധിക്കുന്ന ശിക്ഷയിൽ നിന്നും ഇളവ് കൊടുക്കാൻ, അത് ഏത് ശിക്ഷയായാലും അതിൽ നിന്ന് ഇളവ് കൊടുക്കാൻ ആർക്ക് മാത്രമേ പറ്റത്തുള്ളൂ? രാഷ്ട്രപതിക്ക് മാത്രമേ പറ്റത്തുള്ളൂ. തൂക്കിക്കൊല്ലാൻ വിധിച്ചാൽ രക്ഷിക്കാൻ ഡൽഹിയിൽ തന്നെ പോകണം എന്ന കോഡ് ഓർത്തു വെക്കുക. ഇനി നമുക്ക് ആർട്ടിക്കിൾ മാജിക് നോക്കാം. എന്താണ്? കേന്ദ്രത്തിലെ ആർട്ടിക്കിളിനോട് 89 കൂട്ടിയാൽ സംസ്ഥാനത്തെ ആർട്ടിക്കിൾ കിട്ടും. അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ ഏതെങ്കിലും ഒരു ആർട്ടിക്കിൾ പഠിച്ചാൽ മതി. ഇപ്പം മാപ്പ് നൽകുക എന്താണ്? ആർട്ടിക്കിൾ 72 രാഷ്ട്രപതിയുടെ മാപ്പ് നൽകൽ. ആർട്ടിക്കിൾ 72. അതിൻ്റെ കൂടെ 89 കൂട്ടിയാൽ ആർട്ടിക്കിൾ 161 ഗവർണറുടെ മാപ്പ് നൽകലാണ്. അപ്പം രാഷ്ട്രപതിയുടെ മാപ്പ് നൽകൽ ചോദിച്ചാൽ ആർട്ടിക്കിൾ 72 ആണെങ്കിൽ 72ൻ്റെ കൂടെ 89 കൂടി കൂട്ടിയാൽ ആർട്ടിക്കിൾ 161 കിട്ടും. അതാണ് ഗവർണറുടെ മാപ്പ് നൽകൽ. അത് എത്രയായിരുന്നു? ആർട്ടിക്കിൾ എത്രയായിരുന്നു? ആർട്ടിക്കിൾ 72 രാഷ്ട്രപതിയുടെ മാപ്പ് നൽകൽ. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ 89 കൂട്ടിയപ്പോൾ ആർട്ടിക്കിൾ 161 കിട്ടി. അത് ഗവർണറുടെ മാപ്പ് നൽകലാണ്. മന്ത്രിസഭ ആർട്ടിക്കിൾ 74 എന്താണ്? രാഷ്ട്രപതിയുമായി ബന്ധപ്പെടുത്തി ആർട്ടിക്കിൾ 74 എന്താണ്? രാഷ്ട്രപതിയെ സഹായിക്കാനും ഉപദേശിക്കുവാനും പ്രധാനമന്ത്രി അടങ്ങുന്ന ഒരു മന്ത്രിസഭ വേണമെന്നാണ് ആർട്ടിക്കിൾ 74 പറയുന്നത്. അതിൻ്റെ കൂടെ 89 കൂട്ടുമ്പോൾ 163 കിട്ടുന്നത്. അതിൽ എന്താണ് പറയുന്നത്? ഗവർണറെ സഹായിക്കാനും ഉപദേശിക്കുവാനും മുഖ്യമന്ത്രി തലവനായ ഒരു മന്ത്രിസഭ വേണമെന്നാണ് ആർട്ടിക്കിൾ 163 പറയുന്നത്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 75 പ്രകാരം രാഷ്ട്രപതിയാണ് പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ എത്രയാണ്? 89 കൂട്ടി ആർട്ടിക്കിൾ 161 ഗവർണറാണ് മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത്. ഒരു എക്സെപ്ഷൻ മാത്രമാണുള്ളത്, ഓർഡിനൻസിന്റെ കാര്യത്തിലാണ്. അപ്പൊ രാഷ്ട്രപതിയുടെ ഓർഡിനൻസ് 123 ഗവർണറുടെ ഓർഡിനൻസ് ചോദിച്ചു കഴിഞ്ഞാൽ 213 ഇനി നമുക്ക് അടിയന്തരാവസ്ഥ കൂടി നോക്കാം. രാഷ്ട്രപതി 3 അടിയന്തരാവസ്ഥകൾ പ്രഖ്യാപിക്കാം. ദേശീയ, സംസ്ഥാന, സാമ്പത്തികം.
3 അടിയന്തരാവസ്ഥകളാണ് രാഷ്ട്രപതിക്ക് പ്രഖ്യാപിക്കാൻ കഴിയുന്നത്. അത് ഏതൊക്കെയാണ്? ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം, അതുപോലെ തന്നെ സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം, അതുപോലെ തന്നെ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. ഗവർണർക്കോ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ അധികാരമില്ല. സംസ്ഥാനത്ത് ഭരണം തകർന്നാൽ രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്യാൻ മാത്രമേ കഴിയൂ. അതാണ് ആർട്ടിക്കിൾ 356. ആർട്ടിക്കിൾ 352 എന്താണ്? ദേശീയ അടിയന്തരാവസ്ഥയാണ്. ആർട്ടിക്കിൾ 356 ചോദിച്ചാൽ സംസ്ഥാന അടിയന്തരാവസ്ഥയാണ്. ആർട്ടിക്കിൾ 360 ചോദിച്ചു കഴിഞ്ഞാൽ സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ്. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ആർക്കേ അധികാരമുള്ളൂ? രാഷ്ട്രപതിക്ക് അധികാരമുള്ളൂ. രാഷ്ട്രപതിക്ക് 3 രീതിയിലുള്ള അടിയന്തരാവസ്ഥകൾ പ്രഖ്യാപിക്കാം. ആർട്ടിക്കിൾ 352 പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ, ആർട്ടിക്കിൾ 356 പ്രകാരം സംസ്ഥാന അടിയന്തരാവസ്ഥ, ആർട്ടിക്കിൾ 360 പ്രകാരം സാമ്പത്തിക അടിയന്തരാവസ്ഥ. ഇതുവരെ ഇന്ത്യയിൽ ഏത് അടിയന്തരാവസ്ഥ മാത്രമേ വന്നിട്ടില്ലാത്തേ? സാമ്പത്തിക അടിയന്തരാവസ്ഥ ഇതുവരെ ഇന്ത്യയിൽ പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പൊ എന്താണ്? ഗവർണർക്ക് എന്താണ്? അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ അധികാരമില്ല. സംസ്ഥാനത്ത് ഭരണം തകർന്നാൽ രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്യാൻ മാത്രമേ ഗവർണർക്ക് സാധിക്കുകയുള്ളൂ.